We are waiting. ഗ്രൂപ്പിൽ മറ്റുള്ളവരോടൊക്കെ ഇൻഫോം ചെയ്യാം എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട്. എത്രയും പെട്ടെന്ന് മറ്റുള്ളവരെയും കൂടെ വിവരം അറിയിക്കുക. നമ്മുടെ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരെയും കൂടെ വിവരം അറിയിക്കുക. മുഴുവൻ ആളുകളോടും, കഴിയുന്നത്ര ആളുകളോടും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറയുക. വെയിറ്റിംഗ്. ഒരു 5 minutes ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? $3:32. ഒത്തിരി സമയം കാത്തു നിൽക്കുന്നുണ്ടല്ലോ. എവിടെയാണ് ആളുകൾ? എവിടെ? അർഷാന അക്ബർ, എല്ലാവരോടും പറയൂ. എല്ലാവരോടും പെട്ടെന്ന് ലൈനിൽ വരാൻ പറയൂ. അർഷാന അക്ബർ, ഹായ്. അർഷാന എത്തിയിട്ടുണ്ട്. അർഷാന ലൈക്ക് അടിച്ചു പോ. ബാക്കിയുള്ളവരൊക്കെ എന്താ മെസ്സേജ് ഇടൂ. മെസ്സേജ് ഇട്ടാലല്ലേ അറിയുള്ളൂ ആരൊക്കെ ഉണ്ടെന്ന്. ആൻഡ് ഐ എം വെയിറ്റിംഗ്. എത്തിയ ആളുകൾ മെസ്സേജ് ഇടാം. ജസ്റ്റ് ലീവ് എ മെസ്സേജ്. Then I can see that you are present here. And today we are discussing the topic English Civil War, Puritan Revolution and Oliver Cromwell. A brief understanding regarding this I will give you. And who are there?
What happened? What happened? സൗണ്ട് ഓഡിബിൾ ആണോ എന്നുള്ളത് ഒന്ന് ഇൻബോക്സ് ചെയ്യൂ കേട്ടോ. മീൻസ് ആ മെസ്സേജിൽ ഒന്ന് ഇടൂ, സൗണ്ട് ഓഡിബിൾ ആണോ അല്ലേ എന്നുള്ളത്. അർഷാന മാത്രമാണ് മെസ്സേജ് ഇട്ടത് അല്ലേ, മെസ്സേജ് അയച്ചത്. Shall we start? Hi, Shahana Shirin. Hi, Shahana. അർഷാന അക്ബർ വീണ്ടും ഹായ്. അർഷാന ഇനി മെസ്സേജ് അയച്ചത് മതി, ബാക്കിയുള്ള ആളുകളെയും കൂടെ പെട്ടെന്ന് പിടിച്ച് കയറ്റു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ. ജാസിം എന്ത് പറയുന്നു? ജാസിം ആസ് യൂഷ്വൽ, ജാസിം ഇപ്പോഴും ഔട്ട് ഓഫ് കവറേജ് ആണോ? രണ്ടുപേരാണ് മെസ്സേജ് അയച്ചത്, ബാക്കിയുള്ള ആളുകളും കൂടെ മെസ്സേജ് അയക്കും കേട്ടോ. ഷമീമ, ഷിഫ്ന, ഷിഫ്ന പാലക്കൽ, ഹായ്. ഇബ്രാഹിം കുപ്പലത്ത്, ഹു ഇസ് ദാറ്റ്? കേൾക്കാം, ഓക്കെ. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ആൻഡ് ഹു എൽസ്? നെക്സ്റ്റ് ഔട്ട്കം ഈസ് എന്താ? റേഞ്ചിൻ്റെ ഒക്കെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടാവുമല്ലേ ചിലപ്പോൾ. ജാമിയ മില്ലിയയിലെ ഇബ്രാഹിമാണ് സർ. ഇബ്രാഹിം നീ ഇവിടെയും വന്നോ? ഞാൻ എൻ്റെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണ് ഇബ്രാഹിം. എനിവേ താങ്ക് യു ഫോർ ദി അറൈവൽ. ഇബ്രാഹിം നീ PhD ഒക്കെ ചെയ്ത് പുറത്ത് വിദേശത്തൊക്കെ പോയി PhD ചെയ്യുന്ന ആളല്ലേ, അവിടെ തന്നെ നിൽക്ക്. കുട്ടികൾക്ക്, എൻ്റെ കുട്ടികൾക്ക് ഉപകാരം ഉണ്ടാവും. അതുകൊണ്ട് സുഖാണെന്ന് വിചാരിക്കുന്നു. ഇബ്രാഹിം എൻ്റെ സ്റ്റുഡൻ്റാണ് കേട്ടോ. ഇബ്രാഹിം ഇപ്പോൾ തുർക്കിയിൽ നിന്നാണ് ഇപ്പോൾ PhD കഴിഞ്ഞത്. സാന്ദ്ര, ഹായ് സാന്ദ്ര. മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ കുറേ സമയമല്ലോ വെയിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഉള്ള ആളുകളെ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് the topic, as I told you, English Civil War, Puritan Revolution and Oliver Cromwell. ജസീന, വെൽക്കം. വരുന്നവരൊക്കെ ഒന്ന് പെട്ടെന്ന് വന്നാൽ വളരെ നന്നായിരുന്നു. And I think we should start. And dear students, as far as English Civil War, this was a series of civil wars and political mechanizations between parliamentarians and royalists, principally over the manner of England's governance and part of the wider wars of the three kingdoms, that is England, Scotland and Ireland. Actually, English Civil War എന്ന് പറയുന്നത് പാർലമെൻറ്റേറിയൻസ്, അതായത് പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ലോയലിസ്റ്റ് അല്ലെങ്കിൽ റോയലിസ്റ്റ്, രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും തമ്മിൽ നടന്ന സീരീസ് ഓഫ് വാർസ് ആണ്. ഏകദേശം ഒരു 3 യുദ്ധങ്ങളാണ് ഇവർ തമ്മിൽ നടന്നിട്ടുള്ളത്. പക്ഷേ ഇംഗ്ലീഷ് സിവിൽ വാർ എന്നാണ് അറിയപ്പെടാറ്, സിവിൽ വാർസ് എന്ന് പൊതുവെ പറയാറില്ല. സ്റ്റിൽ ഇംഗ്ലീഷ് സിവിൽ വാർ ഈസ് എ സീരീസ് ഓഫ് വാർസ് ബിറ്റ്വീൻ റൗണ്ട് ഹെഡ്സ് ആൻഡ് cavaliers. Round heads means those who supports parliament, and cavaliers the royalists or loyalists, those who support the king. ഈ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും തമ്മിൽ നടന്ന സീരീസ് ഓഫ് വാർസ് ആണ് ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. The first war was in 1642 to 46. 1642 മുതൽ 46 വരെ ആദ്യത്തെ ഇംഗ്ലീഷ് സിവിൽ വാറും
1648 to 49 രണ്ടാമത്തെ സിവിൽ വാറും നടക്കുന്നു. പിന്നെ മൂന്നാമത്തെ സിവിൽ വാർ നടക്കുന്ന 1649 മുതൽ 1951 വരെയാണ്. ഇതാണ് 3 സിവിൽ വാറുകൾ. ഐ ആൾറെഡി ടോൾഡ് യു ഇറ്റ് വാസ് എമംഗ് ലോയലിസ്റ്റ് ആൻഡ് പാർലമെൻറ്റേറിയൻസ്. അതായത് ആരാണ് ഭരിക്കേണ്ടത്, ആർക്കാണ് സോവർണിറ്റി കൂടുതലുള്ളത് എന്നത് യുദ്ധത്തിലൂടെ തീരുമാനിക്കുകയായിരുന്നു 17-ാം നൂറ്റാണ്ടിൻ്റെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. It says the first and second wars pitted the supporters of King Charles I against the supporters of the Long Parliament, while the third civil war saw fighting between supporters of King Charles II and supporters of Rump Parliament. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇംഗ്ലീഷ് സിവിൽ വാർ നടക്കുന്നത് കിങ് ചാൾസുമായിട്ടാണ്, പാർലമെൻറ്റേറിയൻസും കിങ് ചാൾസ് ഒന്നാമനും. മൂന്നാമത്തെ ഇംഗ്ലീഷ് സിവിൽ വാർ നടക്കുന്നത് ചാൾസ് രണ്ടാമൻ, അദ്ദേഹത്തിൻ്റെ മകൻ ചാൾസ് രണ്ടാമനുമായിട്ടാണ് രണ്ടാമത്തെ സിവിൽ വാർ നടക്കുന്നത്. അപ്പോൾ സിവിൽ വാർ എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് സിവിൽ വാർ എന്ന് പറയുന്നത് പാർലമെൻറ്റും അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ സപ്പോർട്ടേഴ്സും കിങ്ങിൻ്റെ സപ്പോർട്ടേഴ്സും തമ്മിലുണ്ടായ അഭ്യന്തര യുദ്ധങ്ങളെയാണ് ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന് പറയുന്നത്. The war ended with a parliamentarian victory at the Battle of Worcester on 3rd September 1651. 1651 ഈ ഇംഗ്ലീഷ് സിവിൽ വാർ അവസാനിക്കുകയാണ് പാർലമെൻറ്റേറിയൻസിൻ്റെ വിജയത്തോടു കൂടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഹൂ ഈസ് ഹാവിങ് ദി സോവർണിറ്റി ടു റൂൾ, either parliament or king, ഇതായിരുന്നു ഇതിൻ്റെ മാറ്റർ. സോ parliamentarians victory means parliament got sovereignty over king. പാർലമെൻറ്റിൻ്റെ സോവർണിറ്റി പരിപൂർണമായിട്ടും വരുന്നത് മറ്റേ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന ഗ്ലോറിയസ് റെവല്യൂഷനിലൂടെയാണ്. പക്ഷെ ഇവിടെ പാർലമെൻറ്റേറിയൻസ് വിജയിക്കുന്നു. അതോടുകൂടി പാർലമെൻറ്റിൻ്റെ ഒരു സുപ്രീമസി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ 1651 എൻഡ് ചെയ്ത ഇംഗ്ലീഷ് സിവിൽ വാറിൽ നിന്നും നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഈ സിവിൽ വാറിനെ കുറിച്ച് ഇമ്പോർട്ടൻറ്റ് മാറ്റർ, അൺലൈക്ക് അതർ സിവിൽ വാർസ് ഇൻ ഇംഗ്ലണ്ട് വിച്ച് വെയർ മെയിൻലി ഫോട്ട് ഓവർ ഹൂ ഷുഡ് റൂൾ. അതായത് ഇംഗ്ലീഷ് സിവിൽ വാറുകളും മിക്കതും 2 രാജാക്കന്മാർ തമ്മിലായിരിക്കും, അതിലാര് ഭരിക്കും എന്നുള്ളത് തമ്മിലായിരിക്കും. പക്ഷേ ഈ സിവിൽ വാർ നടന്നത് 2 രാജാക്കന്മാരിൽ ആര് ഭരിക്കും എന്നുള്ളതല്ല. ഇവിടെ നടന്നത് പാർലമെൻറ്റ് ആണോ ഭരിക്കേണ്ടത്, കിങ് ആണോ ഭരിക്കേണ്ടത് എന്നുള്ളതാണ്. സോ അതിൻ്റെ അപ്പുറത്തേക്ക് ദീസ് കോൺഫ്ലിക്ട്സ് വെയർ ആൾസോ കൺസേൺഡ് വിത്ത് ഹൗ ദി 3 കിങ്ഡംസ് ഓഫ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് ആൻഡ് അയർലൻഡ് വേർ ടു ബി ഗവേൺഡ്. അതായത് ഈ 3 കിങ്ഡംസ്, നമുക്കറിയാം ബ്രിട്ടൻ എന്ന് പറയുന്നത് ശരിക്കും 4 കിങ്ഡംസ് ആണ്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്, അത് ആ വൻകരയിലും, തൊട്ടപ്പുറത്ത് ദ്വീപ് പോലെ അപ്പുറത്ത് അയർലൻഡും. ഇവിടെ 3 കിങ്ഡംസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് ആൻഡ് അയർലൻഡ്. ഈ 3 കിങ്ഡംസ് എങ്ങനെ ഭരിക്കണം എന്നുള്ളത് കൂടി ഈ സിവിൽ വാറിൽ നിശ്ചയിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ദി ഔട്ട്കം വാസ് 3-fold. മീൻസ് the result of this civil war was 3-fold. First one, the trial and execution of Charles I. ഇംഗ്ലീഷ് ചരിത്രത്തിൽ, ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ, ഇംഗ്ലീഷ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഒരു രാജാവ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്, തൂക്കിലേറ്റപ്പെടുന്നത്. അതിലേക്ക് വരാം. The trial and execution of Charles I in 1649. 1649 നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെയും രണ്ടാമത്തെയും സിവിൽ വാർ കിങ് ചാൾസ് ഒന്നാമനുമായിട്ടായിരുന്നു. ഒന്നാമനെ ട്രയൽ ചെയ്യുകയും വിചാരണ ചെയ്യുകയും തൂക്കിലേറ്റുകയും ചെയ്തു 1649. രണ്ടാമത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ദി എക്സൈൽ ഓഫ് ഹിസ് സൺ ചാൾസ് സെക്കൻഡ് ഇൻ 1651. 1651 ചാൾസ് ഒന്നാമൻ്റെ മകൻ ചാൾസ് രണ്ടാമൻ എക്സൈൽ, അതായത് രാജ്യം വിട്ടുപോകുന്നു, പുറത്താക്കപ്പെടുന്നു, നാട് കടത്തുകയാണ് ചെയ്യുന്നത്. ഇത് സിവിൽ വാറിൻ്റെ
രണ്ടാമത്തെ റിസൾട്ടാണ്. ദെൻ ദ തേർഡ് വൺ, the replacement of English monarchy with at first the Commonwealth of England and then the Protectorate, which as the Commonwealth of England, Scotland and Ireland unified the British Isles under the personal rule of Oliver Cromwell and briefly under his son Richard Cromwell. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ മാറ്റർ പറയുന്നത്, മൂന്നാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത്, ഇതെല്ലാം കൂടെ റിപ്ലേസ്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് മൊണാർക്കി വിത്ത് കോമൺവെൽത്ത് ഓഫ് ഇംഗ്ലണ്ട്. ആദ്യം കോമൺവെൽത്ത് ഓഫ് ഇംഗ്ലണ്ട്, പിന്നീട് കോമൺവെൽത്ത് ഓഫ് എന്താ പറയുക പ്രൊട്ടക്ടറേറ്റ്. ദി പ്രൊട്ടക്ടറേറ്റ് മീൻസ് കോമൺവെൽത്ത് ഓഫ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് ആൻഡ് അയർലൻഡ്. ഇത് മൂന്നിൻ്റെയും കൂടെ കീഴിലേക്ക് വരുന്നു. ഭരണാധികാരം ഒലിവർ ക്രോംവെല്ലിലേക്ക് പോകുന്നു. ഒലിവർ ക്രോംവെൽ നമുക്ക് നമ്മുടെ സിലബസിലുള്ള വ്യക്തിത്വമാണ്, പഠിക്കേണ്ട വ്യക്തിത്വമാണ്. വി വിൽ എക്സ്പ്ലെയിൻ. ആൻഡ് ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിൽ ഈ മൂന്ന് കിങ്ഡം കൂടെ ഒറ്റൊന്നായിട്ട് പാർലമെൻറ്റേറിയൻസിൻ്റെ അധികാരത്തിന് കീഴിലേക്ക് വരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ. അപ്പോൾ 3-fold റിസൾട്ടാണ് ഇതിനുള്ളത്. ചാൾസ് ഒന്നാമനെ തൂക്കിലേറ്റുന്നു, ചാൾസ് രണ്ടാമനെ നാട് കടത്തുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ മൂന്ന് കിങ്ഡം കൂടെ ഒറ്റ ഒന്നിലേക്ക് വരികയാണ്. ദിസ് വാസ് പെർട്ടിക്കുലർലി നോട്ടബിൾ ഗിവൺ ദാറ്റ് an English king had never been executed before. The first point I already mentioned, I told you, King Charles was executed in 1649. This was the first incident in the British history as a king was executed. First time it is. ഒരു രാജാവിനെ തൂക്കിലേറ്റുന്നത് ആദ്യമായിട്ടാണ്, ബ്രിട്ടീഷ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതും കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടബിൾ പോയിന്റ് ആണ്. In England, the monopoly of the Church of England on Christian worship was ended, while in Ireland, the victors consolidated the established Protestant ascendancy. The next point is constitutionally, the wars established the precedent that an English monarch cannot govern without Parliament's consent. Although the idea of parliamentary sovereignty was only legally established as part of the Glorious Revolution in 1688. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്ലോറിയസ് റെവല്യൂഷനിലാണ് പാർലമെൻ്ററി സോവർണിറ്റി എന്നുള്ളത് ലീഗലി എസ്റ്റാബ്ലിഷ് ചെയ്തത്. നിയമപരമായിട്ട് പാർലമെൻ്ററി സോവർണിറ്റി എന്നുള്ളത് ഈ ഇൻസിഡൻറ്റിനും ഏകദേശം 37 വർഷങ്ങൾക്ക് ശേഷം ഗ്ലോറിയസ് റെവല്യൂഷനിലാണ് നിയമപരമായിട്ട് എന്തു ചെയ്യുന്നത്, പാർലമെൻ്ററി സോവർണിറ്റി നിയമപരമാകുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ എ കിങ് കാനോട്ട് റൂൾ വിത്തൗട്ട് ദി സപ്പോർട്ട് ഓഫ് പാർലമെൻറ്റ് എന്നുള്ളത്, അതായത് പാർലമെൻറ്റിൻ്റെ പിന്തുണയില്ലാതെ ഒരു രാജാവിന് ഭരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഇംഗ്ലീഷ് സിവിൽ വാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് പഠിച്ചു വെക്കാനുള്ളത്. ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരീസ് ഓഫ് വാർസ് ബിറ്റ്വീൻ പാർലമെൻറ്റേറിയൻസ് ആൻഡ് ലോയലിസ്റ്റ്, ദോസ് ഹു സപ്പോർട്ട് ദ കിങ്. 3 സിവിൽ വാറുകളെ, സീരീസ് ഓഫ് സിവിൽ വാർസ്, 3 സീരീസ് ഓഫ് വാർസ് വെർ ദെയർ. വൺ വാസ് ഇൻ 1642 മുതൽ 1646 വരെ. ഒന്നാമത്തെ ഇംഗ്ലീഷ് സിവിൽ വാർ 1642 മുതൽ 46 വരെ. രണ്ടാമത്തത് 48 മുതൽ 49 വരെ അഗെയിൻസ്റ്റ് കിങ് ചാൾസ് ഫസ്റ്റ്. 1649 അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ 1649 മുതൽ 1651 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണം വരുന്നത്. അദ്ദേഹത്തെ നാട് കടത്തുന്നു. അങ്ങനെ ഈ രണ്ടും അവസാനിക്കുന്നു, ഈ മൂന്നും അവസാനിക്കും. അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സിവിൽ വാർ കിങ് ചാൾസ് ഒന്നാമനെതിരെയായിരുന്നു 1642 മുതൽ 46 വരെയും, പിന്നീട് 49 വരെയും, 48 മുതൽ 49 വരെയും കിങ് ചാൾസ് ഒന്നാമനെതിരെ സിവിൽ വാർ നടക്കുന്നു. പാർലമെൻ്ററിയുടെ കൂടി സോവർണിറ്റിക്ക് വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഈ സിവിൽ വാർ നടക്കുന്നത്. അതിനുശേഷം ഇംഗ്ലീഷ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു രാജാവിനെ വിചാരണ ചെയ്യുകയും തൂക്കിലേറ്റുകയും ചെയ്യുന്നു. ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ
ചാൾസ് രണ്ടാമൻ, കിങ് ചാൾസ് രണ്ടാമൻ അധികാരത്തിൽ വരുന്നു. വീണ്ടും സിവിൽ വാർ അവിടെ കണ്ടിന്യൂ ചെയ്യാണ് 49 മുതൽ 51 വരെ. 1651 കിങ് ചാൾസ് രണ്ടാമനെ നാട് കടത്തുന്നതോട് കൂടിയിട്ടാണ് ഇത് എൻഡ് ചെയ്യുകയും പാർലമെൻ്ററി സോവർണിറ്റിയുടെ അതിലേക്കുള്ള ഒരു സഞ്ചാരം സുഗമമാക്കുകയും ചെയ്യുന്നു. അതായത് പാർലമെൻ്ററി സോവർണിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. 1651 ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എ കിങ് കനോട്ട് റൂൾ വിത്തൗട്ട് ദി കൺസെൻറ്റ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ, സമ്മതമില്ലാതെ, സപ്പോർട്ടില്ലാതെ ഒരു രാജാവിന് ഭരണം സാധ്യമല്ല എന്നുള്ളതാണ് ഈ സിവിൽ വാറിൻ്റെ മറ്റൊരു റിസൾട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ദി ഔട്ട്കം വാസ് 3-fold. 3 ഇതിൻ്റെ ഔട്ട്കം. 1, ചാൾസ് ഒന്നാമനെ ട്രയൽ ചെയ്തു തൂക്കിലേറ്റുന്നു. 2, ചാൾസ് രണ്ടാമനെ നാട് കടത്തുന്നു. 3-ാമത്തേത് ഇതെല്ലാം കൂടെ ഒരുമിച്ച്, അതായത് 3 കിങ്ഡം കൂടെ, ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് ആൻഡ് അയർലൻഡ് 3 കിങ്ഡം കൂടെ ഒളിവർ ക്രോംവെല്ലിൻ്റെ കീഴിൽ ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇംഗ്ലീഷ് റവല്യൂഷനുമായിട്ട്, പ്യൂരിറ്റൻ റവല്യൂഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിവിൽ വാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട സാധനം. ഇനി ഒലിവർ ക്രോംവെൽ വളരെ പ്രഗത്ഭനായ വ്യക്തിത്വമാണ്, അറിഞ്ഞിരിക്കേണ്ട വ്യക്തി കൂടിയാണ്. പക്ഷേ പലപ്പോഴും ആരും ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. ഒലിവർ ക്രോംവെല്ലിൻ്റെ 40 വയസ്സ് വരെയുള്ള ജീവിതവും അങ്ങനെ തന്നെ ആയിരുന്നു. പലർക്കും അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലായിരുന്നു. ഒലിവർ ക്രോംവെൽ വാസ് ആൻ ഇംഗ്ലീഷ് ജനറൽ ആൻഡ് സ്റ്റേറ്റ്സ്മാൻ who led the Parliament of England's armies against King Charles I during the English Civil War and ruled the British Isles as Lord Protector from 1653 until his death in 1653 until his death in 1658. 1653 മുതൽ 1658 വരെ ബ്രിട്ടീഷ് ഐസൽസ്, അതായത് ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിൽ ബ്രിട്ടീഷ് ഐസിൽസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ദ്വീപസമൂഹം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 3 കിങ്ഡംസ്, ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് ആൻഡ് അയർലാൻഡ്, ഈ 3 കിങ്ഡംസും കൂടെ അദ്ദേഹം ഭരിക്കുന്നു. അദ്ദേഹം ഒരു നല്ല ഇംഗ്ലീഷ് സ്റ്റേറ്റ്സ്മാൻ, ജനറൽ, ഇതൊക്കെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു സിവിൽ വാർ വാസ് ബിറ്റ്വീൻ ദോസ് ഹൂ സപ്പോർട്ട്സ് കിങ് ആൻഡ് ദോസ് ഹൂ സപ്പോർട്ട്സ് പാർലമെൻറ്റ്. ഹി വാസ് ദി ജനറൽ ഓഫ് ദോസ് ഹൂ സപ്പോർട്ട്സ് ദി പാർലമെൻറ്റ്. അതാണ് ഒലിവർ ക്രോംവെൽ. ഒലിവർ ക്രോംവെലിനെ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു 40 ഇയേഴ്സൊക്കെ അദ്ദേഹത്തെ ആർക്കും അറിയില്ലായിരുന്നു. ക്രോംവെൽ വാസ് ബോൺ ഇൻ ടു the middle gentry to a family descendant from the sister of Henry VIII's minister Thomas Cromwell. Little is known of the first 40 years of his life, as only 4 of his personal letters survive, along with a summary of a speech that he delivered in 1628. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 40 വയസ്സ് വരെയുള്ള ഒലിവർ ക്രോംവെല്ലിൻ്റെ ലൈഫൊന്നും ആർക്കും അങ്ങനെ അറിയില്ല. വളരെ കുറഞ്ഞ ലെറ്ററുകളും മാത്രമേ അതുമായിട്ട് ഉള്ളൂ എന്നുള്ളതാണ് മാറ്റർ. Cromwell was one of the signatories of King Charles I's death warrant in 1649, and he dominated the short-lived Commonwealth of England as a member of the Rump Parliament. അതായത് 1649 മുതൽ 1653 വരെയുള്ള റംപ് പാർലമെൻറ്റിലെ ഒരു മെമ്പറായിരുന്നു അദ്ദേഹം. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ചാൾസ് ഫസ്റ്റ് വാസ് എക്സിക്യൂട്ടഡ് ഇൻ 1649. ഹി വാസ് വൺ ഓഫ് ദി സിഗ്നേറ്ററീസ്. അതായത് അദ്ദേഹത്തിൻ്റെ മരണ ഉത്തരവിൽ ഒപ്പിട്ട ആളുകളിൽ ഒരാളും കൂടെയായിരുന്നു ഒലിവർ ക്രോംവെൽ. ഹി വാസ് സെലക്ടഡ് ടു ടേക്ക് കമാൻഡ് ഓഫ് ദ ഇംഗ്ലീഷ് ക്യാമ്പയിൻ ഇൻ അയർലാൻഡ് ഇൻ 1649 to 1650. അയർലൻഡിലായിരുന്നു അദ്ദേഹം ഇത് കമാൻഡ് ചെയ്തെന്ന് പറഞ്ഞു. നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ക്രോംവെൽസ് ഫോഴ്സസ് ഡിഫീറ്റഡ് ദി കോൺഫെഡറേറ്റ് and royalist coalition in Ireland and occupied the country, bringing to an end the Irish Confederate Wars. ഐറിഷ് കോൺഫെഡറേറ്റ് വാർസിന് അന്ത്യം കുറിച്ചത് ഒലിവർ ക്രോംവെല്ലിൻ്റെ ശക്തിയായിരുന്നു. ഡ്യൂറിങ് ദിസ് പീരിയഡ് എ സീരീസ് ഓഫ് പീനൽ ലോസ് വെയർ പാസ്ഡ് അഗെയിൻസ്റ്റ് റോമൻ കാത്തലിക്സ്, എ സിഗ്നിഫിക്കൻറ്റ് മൈനോറിറ്റി ഇൻ ഇംഗ്ലണ്ട് ആൻഡ് സ്കോട്ട്ലാൻഡ്, ബട്ട് ദ വാസ്റ്റ് മെജോറിറ്റി ഇൻ അയർലാൻഡ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Roman Catholic, in the last class, I think I have mentioned this thing that
these Catholics, Roman Catholics, who all these Roman Catholics and this Anglican Church, these things we have discussed. And as far as concerned the Roman Catholics, the three kingdoms we already mentioned, Scotland, England, and Ireland. But in Scotland and England, these Roman Catholics are minorities. But in Ireland, these Roman Catholics are majorities. And that's why some penal laws was executed at this period, passed against the Roman Catholics at this period, because in Ireland, these Roman Catholics are majority. That's why we told this in other places like England and Scotland, this Anglican church is dominated, Roman Catholics were minority, but in Ireland, this Roman Catholics, RC, were in majority, and that's why some penal laws were passed. And a substantial amount of their land was confiscated. അവരുടെ ഭൂമികളൊക്കെ പിടിച്ചടക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ മെജോറിറ്റിയുടെ, നോട്ട് മൈനോറിറ്റി. ദിസ് റോമൻ കാത്തലിക്സ് അവർക്കെതിരെയാണ് ഈ പീനൽ ലോസ് പാസ്സാക്കുകയും ഭൂമി പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തത്. അവർ അയർലൻഡിലെ മെജോറിറ്റി ആയിരുന്നു എന്ന്. Cromwell also led a campaign against the Scottish army between 1650 and 1651. On 20th April 1653, he dismissed the Rump Parliament by force, setting up a short-lived nominated assembly known as ബെയർബോൺസ് പാർലമെൻറ്റ്. വളരെ കുറഞ്ഞ കാലത്തേക്ക് ബെയർബോൺസ് പാർലമെൻറ്റ് എന്ന പേരിൽ ക്രോംവെൽ, അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ആദ്യത്തെ 40 വർഷം അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായ അറിവുകളോ ധാരണകളോ ഇല്ല. പക്ഷേ അദ്ദേഹം വളരെ പവർഫുള്ളായിരുന്നു, നല്ല കഴിവുള്ള വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. റാംപ് പാർലമെൻറ്റ് അദ്ദേഹം പിരിച്ചുവിടുകയും പകരം ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. Before being invited by his fellow leaders to rule as Lord Protector of England. അതായത് ഈ ഷോർട്ട് ലൈവ്ഡ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ആളുകൾ ഇദ്ദേഹത്തെ ലോർഡ് പ്രൊട്ടക്ടർ ഓഫ് ഇംഗ്ലണ്ട് എന്ന പേരിൽ ഭരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയും ഇൻവൈറ്റ് ചെയ്യുകയും അദ്ദേഹം ലോർഡ് പ്രൊട്ടക്ടർ ഓഫ് ഇംഗ്ലണ്ട് എന്ന പേരിൽ ഭരണം തുടങ്ങുകയും ചെയ്തു, വിച്ച് ഇൻക്ലൂഡഡ് വെയിൽസ് അറ്റ് ദ ടൈം. പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു 4 ഭാഗങ്ങളാണ്, സ്കോട്ട്ലാൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ്, അത് ആ ഭൂഖണ്ഡത്തിൽ ഒന്നിച്ചു നിൽക്കുന്നു. തൊട്ടപ്പുറത്ത് അയർലൻഡ്. ഇത് ഈ ലോർഡ് പ്രൊട്ടക്ടർ എന്നുള്ളത് 2 കൂടെയാണ്, അതായത് 4 കൂടെയാണ്, വെയിൽസും കൂടെ ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. As a ruler, he executed an aggressive and effective foreign policy. This is very much important, the foreign policy of Oliver Cromwell. He died from natural causes in 1658 and was buried in Westminster Abbey. The royalists returned to power along with King Charles II in 1660, and they had his corpse dug up, hung in chains and beheaded. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻസിഡൻ്റാണ്. 1660 നേരത്തെ നമ്മൾ പറഞ്ഞു കിങ് ചാൾസ് രണ്ടാമനെ നാട് കടത്തി എന്ന് പറഞ്ഞു. നാട് കടത്തി, അതായത് നാച്ചുറൽ ഡെത്ത് കേട്ടോ ക്രോംവെൽ. അപ്പോൾ നാട് കടത്തിയ ചാൾസ് രണ്ടാമൻ തിരിച്ചെത്തുകയും ഭരണത്തിലെത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിൻ്റെ കുഴിമാടം തുറന്ന് പുറത്തെടുത്ത് അങ്ങേയറ്റം ആ പകരം വീട്ടാണ്. കാരണം ജീവിച്ചിരിക്കുന്ന സമയത്ത് വീട്ടാൻ പറ്റാത്ത സാധനം അങ്ങ് തീർത്തു, ദേഷ്യമങ്ങ് തീർത്തു എന്നുള്ളതാണ്. Cromwell is one of the most controversial figure in the history of British Isles. Considered a regicidal dictator by historians such as David Sharp, a military dictator by Winston Churchill, and a hero of liberty by John Milton, Thomas Carlyle and Samuel Rawson Gardiner. പല ആളുകളും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഭയങ്കര കോൺട്രോവേഴ്സ്യൽ ആയിരുന്നു ക്രോംവെൽ. അദ്ദേഹം ഡിക്റ്റേറ്ററായിരുന്നു, ഇയാൾ കഴിവില്ലാത്തവനായിരുന്നു, ഇയാൾ കഴിവ് കൂടിയ ആളായിരുന്നു, ഇയാൾ ലിബർട്ടിയുടെ ആളായിരുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങളുമാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. His tolerance of Protestant sects did not extend to the Catholics. അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റൻറ്റിനോടുള്ള ആ ഒരു ടോളറേഷൻ ശരിക്ക് കാത്തലിക്സിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു
പീനൽ ലോസിനെ കുറിച്ചൊക്കെ. ഹിസ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ദം ഇൻ അയർലൻഡ് ഹാവ് ബീൻ ക്യാരക്ടറൈസ്ഡ് ബൈ സം ആസ് ജനോസിഡൽ ഓർ നിയർ ജനോസിഡൽ. അതായത് ഉന്മൂലനം എന്ന് നമ്മൾ പറയില്ല, ഒരു വിഭാഗത്തെ തെരഞ്ഞു പിടിച്ച് ജിനോസൈഡ്, ഒരു വിഭാഗത്തെ തെരഞ്ഞു പിടിച്ച് ഉന്മൂലനം ചെയ്യുക. നമ്മൾ റോഹിംഗ്യൻസിനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ, അവരൊക്കെ ഇതിൻ്റെ ഇരകളാണെന്നൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഉന്മൂലനം ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ഒലിവർ ക്രോംവെല്ലിൻ്റെ ഇത് പോയിട്ടുണ്ട്, ഈ രീതികൾ പോയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും സംഹൗ ഏറെക്കുറെ അങ്ങനെ പറയാം നമുക്ക്, ഏറെക്കുറെ അതൊരു സത്യമാണ്. കാരണം ഹിസ് മെഷേഴ്സ് ലൈക്ക് പീനൽ ലോസ് ഹി പാസ്ഡ് ആൻഡ് ലൈക്ക് കോൺഫിസ്കേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ഫ്രം ദി Catholics, Roman Catholics, though they were majority in Ireland. അയർലൻഡിൽ മെജോറിറ്റി ആയിരുന്ന റോമൻ കാത്തലിക്സിനെതിരെ നിയമങ്ങൾ പാസ്സാക്കുകയും അവരുടെ അടുത്തുനിന്ന് ലാൻഡ് കോൺഫിസ്കേറ്റ് ചെയ്യുകയും അവരോട് ക്രൂരമായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അതിലൊരു തരം ഉന്മൂലനം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വരികൾക്കിടയിൽ വായിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒലിവർ ക്രോംവെല്ല് ഇവിടെ എന്താണ്, ഹായ് ദിലീപ് ബ്രോ, ഒലിവർ ക്രോംവെല്ല് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലാണ്. ഹിസ്റ്റോറിയൻസിൻ്റെ ഇടയിൽ അദ്ദേഹത്തെ അത്തരത്തിൽ എന്താ പറയുക, ഒരു കോൺട്രോവേഴ്സ്യൽ ഫിഗറായിട്ട് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടാണ്. ഹി വാസ് സെലക്റ്റഡ് ആസ് വൺ ഓഫ് ദി 10 ഗ്രേറ്റസ്റ്റ് ബ്രിട്ടൻസ് ഓഫ് ആൾ ടൈം ഇൻ 2002 BBC പോൾ. 2002 BBC-യുടെ പോളിൽ, BBC നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രഗത്ഭനായ ബ്രിട്ടീഷുകാരിൽ ഒരാളായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സിവിൽ വാർ ഓർ പ്യൂരിറ്റൻ റെവല്യൂഷൻ ആൻഡ് ഒലിവർ ക്രോംവെൽ ആണ്. ഒലിവർ ക്രോംവെൽ വാസ് ഇറ്റ്സ് ലീഡർ. അപ്പം നമ്മളിത് കൺക്ലൂഡ് ചെയ്യണം. ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് വാർസ്, ആക്ച്വലി 3 വാർസ് among royalists, those who support the king, and the parliamentarians, those who supports the parliament. The final victory was with the parliament. The first and second civil wars was against Charles I. He was tried and executed. And the third was against Charles II, his son. He was also exiled, and the final victory was with the parliament. And a protector ruler came after this. അതായത് ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, അയർലൻഡ് 3 കിങ്ഡം കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമൺവെൽത്ത് രൂപീകരിക്കപ്പെടുകയും ബ്രിട്ടീഷ് ഐസൽസിനെ അങ്ങ് ഒന്നാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പ്രത്യേകം മനസ്സിലാക്കുക, പാർലമെൻറ്റിൻ്റെ പിന്തുണയില്ലാതെ ഒരു രാജാവിന് ഭരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിലൂടെ ഉണ്ടായ ഒരു ഔട്ട്കം. വിത്തൗട്ട് ദി സപ്പോർട്ട് ഓഫ് പാർലമെൻറ്റ് എ കിങ് കാനോട്ട് റൂൾ എന്നുള്ളതാണ്. പക്ഷേ 1688 ഗ്ലോറിയസ് റെവല്യൂഷനാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഗ്ലോറിയസ് റെവല്യൂഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പാർലമെൻ്ററി സോവർണിറ്റി ബിക്കെയിം ലീഗൽ. ഇത് നിയമപരമായിട്ട് പാർലമെൻറ്റിൻ്റെ സോവർണിറ്റി അംഗീകരിക്കപ്പെടുന്നത് ഗ്ലോറിയസ് റെവല്യൂഷനിലൂടെയാണ്. ഈ ഗ്ലോറിയസ് റെവല്യൂഷനെ കുറിച്ചാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. സിവിൽ വാറിനെ കുറിച്ച് പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും എപ്പോഴും അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ഒലിവർ ക്രോംവെല്ലിനെ കൂടി മനസ്സിലാക്കുക, പഠിക്കുക. ഒലിവർ ക്രോംവെൽ വാസ് എ ഗ്രേറ്റസ്റ്റ് ജനറൽ. He led the army of parliamentarians against the royalists and got victory. But there were some controversies, and he became a controversial figure mainly because of his stance in Ireland against the Catholics who were majority in the Ireland. And he passed some penal laws against these Roman Catholics and confiscated their land. Some historians are opined that this is a genocidal or near to genocide. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒലിവർ ക്രോംവെല്ല് ഒരു കോൺട്രവേഴ്സ്യൽ ഫിഗറായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടെ ഇതോടൊപ്പം മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള, നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ടോപ്പിക്ക്
ഗ്ലോറിയസ് റെവല്യൂഷനാണ്. അപ്പോൾ ഗ്ലോറിയസ് റെവല്യൂഷനിലേക്ക് നമ്മൾ പോകുന്നു, അടുത്തതിൽ പോകും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം, ഇതിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ബാക്കിയുള്ളവർ ഇന്നത്തെ ഈ ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാത്തവർ ക്ലാസ് കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, എനിവേ ഗുഡ് ഡേ ഹിൻഡ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, വി ആർ ഇൻ എ പാരഡൈം ഷിഫ്റ്റ്. നമ്മളൊരു പാരഡൈം ഷിഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ടൈം ഓഫ് പാരഡൈം ഷിഫ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിലേക്ക് നമ്മൾ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിവേ താങ്ക് യു ഓൾ ദോസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ആൻഡ് ദോസ് ഹു ലിസൺ. ഐ നോ some of our friends also participated here, like Ibrahim, Dr. Ibrahim, my friend Dilip and all. എല്ലാവരോടും വളരെ നന്ദി. വിദ്യാർത്ഥികളോട് പ്രത്യേകം പറയാനുള്ളത് ഇത്തരം പ്ലാറ്റ്ഫോമുകളെ സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ ബെസ്റ്റ്.